അഡ്വക്കേറ്റ് സുരേഷ് കുമാർ. ഇതാ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഈ അയ്യപ്പ സംഗമം എന്നത് കാപട്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണോ ഈ ഭക്തി ഉണ്ടാകുന്നത്? ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് നൽകാൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിക്കുമോ എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾ പലപ്പോഴായി മുതിർന്ന CPIM നേതാക്കളോട്, സർക്കാർ പ്രതിനിധികളോട്, ദേവസ്വം ബോർഡിനോടൊക്കെ ചോദിക്കുമ്പോഴും അതിന് ഷാർപ്പായ ഒരു മറുപടി എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നൽകാൻ സാധിക്കാതെ പോകുന്നത്? ഷാർപ്പായ മറുപടി നൽകാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ആങ്കറുടെ വ്യാഖ്യാനമെന്നാണ് ഞാൻ മറുപടിയായി എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ 5 വർഷം പൂർത്തിയാകാൻ പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, രണ്ടാം പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി, അതിൻ്റെ നല്ല വശങ്ങളെ സംബന്ധിച്ച് സതുദ്ദേശപരമായി ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി കഴിയുമോ? ഏതെല്ലാം പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടോ, ആ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ തുരങ്കം വയ്ക്കുന്ന നിലയിലും സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുന്ന നിലയിലും അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഉദാഹരണം, എനിക്കൊരു 1000 കാര്യങ്ങൾ നിരത്താൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ പാവപ്പെട്ടവന് തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുന്ന ലൈഫ് ഭവന പദ്ധതി ഇപ്പോൾ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പച്ചക്കള്ളം കേരളത്തിലെ ജനങ്ങളെ നോക്കി ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞയാളാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ. അദ്ദേഹം പറഞ്ഞു, 50,000 വീടുകൾ ഇതിൽ ഞങ്ങൾ പണി പൂർത്തീകരിച്ചു നൽകിയതാണ്. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അന്നത്തെ പ്രതിപക്ഷ MLA-മാരിൽ ഒരാൾ, അന്നത്തെ ഭവന വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ M.K. മുനീറിനോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ ഈ ഭരണത്തിന് കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭവന പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തനതായി ഞങ്ങൾക്കൊരു ഭവന പദ്ധതിയും ഇല്ല എന്ന് പറഞ്ഞ ചോദ്യവും ഉത്തരവും നിയമസഭാ രേഖകൾക്കകത്തുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങളെ നോക്കി ഭവന പദ്ധതിയുടെ കാര്യത്തിൽ പോലും പച്ചക്കള്ളം പറഞ്ഞ ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവിൻ്റെയും ഭാഗത്തു നിന്ന് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നീതിപൂർവമായിട്ടുള്ള വാക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വികാരം എന്താണെന്നും അദ്ദേഹത്തെ ഇതൊക്കെ സംസാരിക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിപ്പിക്കുന്ന പ്രചോദനം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായ ഒരു ധാരണ ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും എടുക്കുന്ന ഒരു മുൻകൈയുണ്ട്, ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ആ ഇനിഷ്യേറ്റീവിനെ പരമാവധി ജനങ്ങളുടെ മുന്നിൽ മോശപ്പെടുത്തുക. അതിൽ RSSന് കൃത്യമായൊരു അജണ്ട ഉണ്ടാവാം, സംഘപരിവാർ സംഘടനകൾക്ക് കൃത്യമായ അജണ്ട ഉണ്ടാവാം. സംഘപരിവാർ സംഘടനകൾക്കൊപ്പം ഒരു B ടീമായി കേരളത്തിൻ്റെ പ്രതിപക്ഷം അതപ്പതിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടാകണം. ആ തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു നാളിതുവരെയുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് അവരുടെ ഉൾപാർട്ടി സംവിധാനത്തിനകത്ത്, മുന്നണി സംവിധാനത്തിനകത്ത് അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകളിലൂടെയുള്ള വിവരമാണ് അത്. അവിടെ നിന്നും കോൺഗ്രസ് ഏറെ വ്യതിചലിച്ചു പോവുകയാണ്. ഇത് കോൺഗ്രസിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ VR അനൂപ്, ഇതാ എൻ്റെ ചോദ്യം. ഇതിന് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നൽകിയ മറുപടി, ഷാർപ്പായൊരു മറുപടി എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. വി.ഡി. സതീശനെ പോലെ ഒരാൾ ഉന്നയിക്കുന്ന നിരവധിയായ സംശയങ്ങളുണ്ട്. അത് സംഘപരിവാറിൻ്റെ B ടീമായി നിന്നുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. വി.ഡി. സതീശൻ ഏറ്റവും ഒടുവിൽ നടത്തുന്ന പ്രതികരണം എന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാപട്യത്തിൻ്റെ ഭാഗമാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് CPIM-ന് അല്ലെങ്കിൽ സർക്കാരിനൊക്കെ ഈ ഭക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കാപട്യമായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് 2 പ്രതികരണങ്ങളാണ് നമ്മൾ നൽകിയിരുന്നത്. ഒന്ന് വി.ഡി. സതീശൻ്റേത്, മറ്റൊന്ന് VN വാസവൻ്റേത്. VN വാസവൻ ആ പ്രതികരണത്തിൽ പറയുന്നത് ഇത് ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നേരത്തെ ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിൽ 3 ലക്ഷ്യങ്ങളുണ്ട്. അത് ആ 3 ലക്ഷ്യങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഒരു സംഗമം എന്നതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ്. അപ്പോൾ വി.ഡി. സതീശനടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ മറുപടി മതി, അല്ലെങ്കിൽ ഈ മറുപടി എന്നത് ഷാർപ്പാണ് എന്നാണ് താങ്കൾ പറയുന്നത്? വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മതിയായ ഉത്തരം നൽകി കഴിഞ്ഞു. ഇവിടെ CPM-ന്റെ ബഹുമാന്യനായ പ്രതിനിധി പറയുന്നത് എന്താ? BJP-യുടെ B ടീം ആരാണ് എന്നൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് പോലും
തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ഗുരുവിന്റെ പകർപ്പ് എന്നാ പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗുരു ഗോൾവാൾക്കർ ആണെന്ന് തോന്നുന്നു. ശ്രീനാരായണ ഗുരു ഒരിക്കലും ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ആത്മീയ നിലപാട് പറഞ്ഞ ഒരാളല്ല. അപ്പോൾ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്, സംഘപരിവാറിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന CPM-ന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിന് വലിയൊരു അവസരം ഒരുക്കി കൊടുക്കുന്നത് ആരാ? ഇപ്പൊ ഇവർ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നു. ഇവരതിന് പറയുന്ന ഒരു കാരണം എന്താ? ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം. സത്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന വാർഷികമാണെങ്കിൽ അത് ശബരിമല അയ്യപ്പ സംഗമമായി ആഘോഷിക്കേണ്ട ഒന്നല്ലല്ലോ. ഒരുപാട് ക്ഷേത്രങ്ങൾ ശബരിമലയുമായി എന്തെങ്കിലും പ്രത്യേക ബന്ധം അതിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ സത്യത്തിൽ CPM ഞങ്ങളത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാടാണെന്ന് തുറന്നു പറയാനുള്ള ധീരത പോലും അവർക്കില്ല. അവർ ഒളിച്ചു കടത്തുകയാണ്. ഈ ഒളിച്ചു കടത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വശത്ത് CPM ഇവിടെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബദൽ സംഗമം നടത്താൻ നിൽക്കുകയാണ് സംഘപരിവാർ. സംഘപരിവാർ ഈ ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സുവർണാവസരമാണ് എന്ന് അന്നത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാ. ഇത് വീണ്ടും സംഘപരിവാറിന് ഒരു സുവർണാവസരം സൃഷ്ടിക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്. ഞങ്ങൾ അതിനെയാണ് എതിർക്കുന്നത്. ഇവർ ഈ ശബരിമല വിവാദ കാലത്ത് ഞങ്ങളെക്കുറിച്ച്, കേരളത്തിലെ പ്രതിപക്ഷത്തെ കുറിച്ച്, കേരളത്തിലെ UDF സംവിധാനത്തെ കുറിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഏറ്റവും വലിയ ആക്ഷേപമായി ഇവർ ഉന്നയിച്ചത് എന്താ? ഞങ്ങളൊക്കെ മഹാപിന്തിരിപ്പന്മാർ, പുരോഗമനകാരികൾ എന്ന് പറയുന്നത്, നവോത്ഥാനം സൃഷ്ടിക്കാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്, പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് ആണ്. എന്നിട്ട് ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? ബിന്ദു അമ്മിണിയെ ആ സംഗമത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇവര് പറയുന്നത് ബിന്ദു അമ്മിണി വിശ്വാസിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോ ഞങ്ങൾ എടുത്തതിൽ നിന്ന് ഗുണപരമായി വ്യത്യസ്തമായ നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ നിലപാടിലേക്ക് വരുമ്പോൾ അത് ഞങ്ങളുടെ പഴയകാല നിലപാടുകൾ തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ നിലപാട് തിരുത്തിയിരിക്കുന്നു എന്ന് പറയാനൊരു ആർജവം വേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ആർജവം പ്രകടിപ്പിക്കേണ്ട ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ. ഇവർ സത്യത്തിൽ ശബരിമലയെ സംബന്ധിച്ച് CPM-ന്റെ ലക്ഷ്യങ്ങൾ, ഭരണമുന്നണിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നിഗൂഢമാണ്, ദുരൂഹമാണ്. ഇവർ ഈ കാര്യത്തിൽ ഒരു സത്യസന്ധതയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇത്തരം നിലപാടുകളൊക്കെ സ്വീകരിച്ച ആളുകളെ ഒരു ബൈനറി സൃഷ്ടിക്കുകയാണ്. ഞങ്ങളൊക്കെ വലിയ പുരോഗമനകാരികൾ, നിങ്ങളൊക്കെ പിന്തിരിപ്പന്മാർ. ഇപ്പൊ ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവർക്കത് പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. ഞങ്ങൾ അതിനകത്ത് ഒരു പ്രായോഗികമായ, കോൺഗ്രസിനകത്ത് പോലും വ്യത്യസ്തമായ നിലപാടുകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും മറച്ചു വെക്കുന്നില്ല. ജെൻഡറുമായി ബന്ധപ്പെട്ട്, ലിംഗനീതിയുമായൊക്കെ ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്ത നിലപാട്, ഇവിടെ നമ്മൾ ഇത്തരം നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ആ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഏറ്റവും വലിയ മുതലെടുക്കാൻ പോകുന്നത് സംഘപരിവാറാണ്. അതുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾ സമം സംഘപരിവാർ എന്നുള്ളൊരു നരേറ്റീവ് അപകടകരമാണ്. നിങ്ങൾ ഈ വിശ്വാസികളെ, ശബരിമലയെ സംബന്ധിച്ച് ആശങ്കയുള്ള ആളുകളെ മുഴുവൻ സംഘപരിവാർ പക്ഷത്തേക്ക് തള്ളിവിടരുത്. ഇവരുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്ന വളരെ പ്രായോഗികവും കൃത്യവുമായ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഈ പറയുന്ന CPM-ന്റെ അന്നത്തെ നിലപാടെന്താ, ഇന്നത്തെ നിലപാടെന്താ? ഇവർ ഒളിച്ചു കളിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇവർ വലിയ സംഘപരിവാർ വിരുദ്ധരാണ് എന്നല്ലേ CPM-ന്റെ പ്രതിനിധി അവകാശപ്പെടുന്നത്? ഇപ്പോ ശബരിമലയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ശബരിമലയെ കുറിച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടന്നത് വാവർ സന്നിധിയുമായി ബന്ധപ്പെട്ട. ശബരിമലയിൽ ഒരു വാവർ സ്വാമിയുടെ നട എന്ന് പറയുന്നത് അടിച്ചു തകർക്കണം എന്ന് പറയുന്നത് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന വിജി തമ്പിയ. B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വയനാട് വന്ന് പ്രസംഗിച്ചു പോയി ശബരിമലയിൽ വാവറുള്ളത് കൊണ്ട് നാളെ വഖഫ് ഭൂമിയാണെന്ന്. ഇത് രണ്ടിനുമെതിരെ കേസ് കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വയനാട് B ഗോപാലകൃഷ്ണനെതിരെ ഇപ്പോഴും ഞാൻ ഈ കൽപ്പറ്റ കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സംഘപരിവാർ ശബരിമലയെ ആക്രമിക്കുന്ന ഒരു സന്ദർഭത്തിലും പിണറായി വിജയന്റെ പോലീസ്, പിണറായി വിജയന്റെ സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ലെന്നേ. ഇവർ സംഘപരിവാർ